Alhamdulillah Rabbil Alamin. Nahmaduhu wa nasta'inuhu wa nastaghfiruh wa nastahdi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها النبي لم تحرم ما أحل الله لك تبتغي مرضات أزواجك والله غفور رحيم. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പുതിയ ഒരു ഹിജറ വർഷത്തിലേക്ക് ഞാൻ നിങ്ങളും പ്രവേശിക്കുകയാണ്. ഹിജറ 1446 വിട പറഞ്ഞ് ഹിജറ 1447 ഞാൻ നിങ്ങളും പ്രവേശിക്കാൻ പോവുകയാണ്. ഓരോ പുതിയ വർഷം അത് വിട പറഞ്ഞു പോകുമ്പോൾ സത്യവിശ്വാസികളെന്ന നിലക്ക് നമ്മൾ ആലോചിക്കേണ്ടുന്ന, ചിന്തിക്കേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വസ്തുത, അള്ളാഹു നമുക്കനുവദിച്ചു തന്ന ആയുസ്സിൽ നിന്ന് ഒരു വർഷം കുറയുകയും നമ്മളൊരു പക്ഷേ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിൽ നിന്ന് ഒരു വർഷം നമ്മോട് വിട പറഞ്ഞു പോവുകയും നമ്മൾ ചെന്നു ചേരേണ്ട ഖബറിലേക്കുള്ള ദൂരം അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന ഒരു വലിയ തിരിച്ചറിവ് വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. മരണം എന്ന ചിന്തയാണ്
വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സിറു ദിക്റഹാദിമുൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ സദാ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം. ഒരു വല്ലാത്ത ഓർമ്മപ്പെടുത്തലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മരണവാർത്തകൾ അനുദിനം ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം ഒരു ചെറുപ്പക്കാരൻ 40 വയസ്സുള്ള ഒരാൾ തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മരണവാർത്ത കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് കേൾക്കാൻ കഴിഞ്ഞത്, അദ്ദേഹം വരുന്നതിന് മുമ്പ് ഏതാണ്ട് വർഷങ്ങൾ വിദേശത്തു നിന്നതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബക്കാരെ ഒക്കെ ഒന്നിച്ചു കാണാനുള്ള ഒരു വല്ലാത്ത ആഗ്രഹം. ഗൾഫിൽ നിൽക്കുന്ന സമയം അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്ന ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസം എൻ്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും ആ കുടുംബത്തിൽ വിളിച്ചു ചേർക്കണം എന്ന് പറഞ്ഞിട്ടാണ് താൻ വിദേശത്തു നിന്ന് യാത്ര ചെയ്ത് തൻ്റെ വീട്ടിലേക്ക് വന്നത്. ഏതാണ്ട് ഒരു മഗ്രിബ് നമസ്കാരത്തോടു കൂടി അദ്ദേഹം വീട്ടിൽ വന്നു. ഏതായാലും തൊട്ടടുത്ത ദിവസം തൻ്റെ കുടുംബക്കാരെ മുഴുവനും ഒരുമിച്ചു കാണാമല്ലോ എന്ന ആഗ്രഹത്തിലാണ്, യാത്രയുടെ ക്ഷീണം കാരണം ഞാൻ ഇന്ന് കിടന്നുറങ്ങാണ്, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരെയും പുലർച്ചെ നമുക്ക് കാണാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ആ ചെറുപ്പക്കാരൻ ഉറക്കിലേക്ക് പോയത്. ഒരിക്കലും ഉണർന്നെഴുന്നേൽക്കാത്ത ഒരു ഉറക്കിലേക്കാണ് ആ ചെറുപ്പക്കാരനെ അള്ളാഹു കൊണ്ടുപോയത്. അത്രയേ ഉള്ളൂ. മനുഷ്യന്മാരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എമ്പാടുമുണ്ടാകും. എന്നാൽ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്ത് എപ്പോഴാണ് റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയാത്ത ഒരവസ്ഥയാണ്. ആലോചിക്കേണ്ടുന്നത്, ഒരു ഹിജറ വർഷം നമ്മോട് വിട പറഞ്ഞു പോയപ്പോൾ ഒരു കൊല്ലത്തിൽ അള്ളാഹു അനുവദിച്ച 8760 മണിക്കൂർ ഈ ദുനിയാവിൽ കഴിഞ്ഞ ഹിജറ വർഷം ഞാനും നിങ്ങളും ജീവിച്ചിട്ടുണ്ട്. എത്ര അമലുകളാണ്, എത്ര നന്മകളാണ്, എത്രത്തോളം അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ റബ്ബിൻ്റെ വിളിക്കുത്തരം ചെയ്ത് അള്ളാഹുവിലേക്ക് യാത്ര ചെയ്താൽ അള്ളാഹുവിൻ്റെ പ്രീതിയിലായി, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായി നമുക്ക് റബ്ബിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമോ എന്നത് ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് ഞാനും നിങ്ങളും ഓർക്കേണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല ഓർമ്മപ്പെടുത്തിയത്, കുല്ലു ആമിൻ യമുറു ബികും, നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ഓരോ വർഷവും യുഖരിബുക്കും മിനൽ ഖുബൂർ, നിങ്ങൾ ചെന്നുചേരേണ്ട 6 അടി മണ്ണിലേക്ക്, ഖബറിലേക്ക് നിങ്ങളെ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വയുബഇദുക്കും അനിൽ ഖുസൂരി ആമ, ഒരു കൊല്ലം നിങ്ങൾ ജീവിച്ച നിങ്ങളുടെ വീടുകളുണ്ട്, നിങ്ങളുടെ മണിമാളികകളുണ്ട്, ആ മണിമാളികയിൽ നിന്ന് നിങ്ങൾ വിദൂരത്താവുകയാണ് എന്നത് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല ഓർമ്മപ്പെടുത്തിയത് കാണാൻ കഴിയും. അതുകൊണ്ട് ശ്രദ്ധേയമായി വിശ്വാസികൾ എന്ന നിലക്ക് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്യാൻ സഹോദരങ്ങളെ റബ്ബിൻ്റെ വിളിയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ച വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ സദാ അള്ളാഹുവിനെ സൂക്ഷിക്കണം. റബ്ബിനെ ഓർത്തുകൊണ്ടല്ലാതെ ഈ ദുനിയാവിൽ ഒരു ജീവിതം ഉണ്ടാകരുത്. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി, പരലോകത്തേക്ക്, അള്ളാഹുവിൻ്റെ വിചാരണ കോടതിയിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്ന, റബ്ബിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയെന്നോണം റബ്ബിൻ്റെ തൃപ്തിയിലായി ആ പരലോകത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്ത് പാതയം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നിങ്ങൾ അറിയണം, ആലോചിക്കണം എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, എന്തൊക്കെ നന്മകൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്തു കൂട്ടാൻ കഴിഞ്ഞു. ജീവിതത്തിലെമ്പാടും തിന്മകളാണ്, ഒട്ടേറെ ഹറാമുകൾ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. കഴിഞ്ഞു പോകുന്ന ഈ ദിനരാത്രങ്ങളിൽ ചെയ്തു പോയ തിന്മകൾ എത്ര കണ്ട് അള്ളാഹുവിനോടൊന്ന് പശ്ചാത്തപിച്ച് ഒന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രാർത്ഥിച്ച് പാപങ്ങൾ
പുറത്തു കിട്ടിയിട്ടുണ്ടോ എന്നത് ഒരു വേള ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൻ്റെ ആയത്തോതിയിലെ യൗമഇദിൻ തുഅറദൂന ലാ തുഖ്ഫാ മിൻകും ഖാഫിയ, റസൂലുള്ളാഹി ഓതിക്കൊടുത്തത് യൗമഇദിൻ, അന്നേ ദിവസം, തുഅറദൂന എല്ലാം പ്രദർശിപ്പിക്കും, എല്ലാം പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസം പരലോകത്ത് വരാനുണ്ട്. ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് ലാ തഖ്ഫാ മിൻകും ഖാഫിയ, ഒന്നും രഹസ്യമായി ചെയ്തതെല്ലാം പരസ്യപ്പെടുത്തുന്ന ഒരു ദിവസം പരലോകത്ത് വരാനുണ്ട്. മനുഷ്യരെ, അതുകൊണ്ട് അറിയണം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിച്ച് നിങ്ങൾ ജീവിക്കണം എന്നത് ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഓർക്കണം സഹോദരങ്ങളെ, ഒരു ദിവസം നമ്മളോട് വിട പറഞ്ഞു പോയാൽ പിന്നീട് ആ ദിവസം തിരിച്ചു വരുന്നില്ല. ഒരിക്കലും അതിലെ നന്മകൾ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമല്ല എന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഹസൻ ബസരി റഹിമഹുല്ല പറഞ്ഞു, ഓരോ ദിവസവും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്, യാ ഇബ്ന ആദം, ആദമിൻ്റെ സന്തതികളെ, അന യൗമുൻ ജദീദുൻ, ഞാൻ ഇന്നിതാ ഒരു പുതിയ ദിവസമാണ്. ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോൾ അന്നത്തെ ദിവസം വിളിച്ചു പറയുന്നത്, ഞാനിതാ നിന്നിലേക്ക് വന്ന പുതിയ ഒരു ദിവസമാണ്. അലാ അമലിക ഷഹീദുൻ, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന സകല പ്രവർത്തികൾക്കും ഞാൻ സാക്ഷിയാണടോ എന്ന് മനുഷ്യനോട് ദിവസം വിളിച്ചു പറയുന്നുണ്ട്. ഫഖ്തനമനി, അതുകൊണ്ട് നീ എന്നെ നന്നായി നിന്റെ ജീവിതത്തിൽ അള്ളാഹു അനുഗ്രഹിച്ചു തരുന്ന സമയത്തെ നീ ഉപയോഗപ്പെടുത്തണം. ഫഇന്നീ ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഒരിക്കലും അത് വിട പറഞ്ഞു പോയാൽ, ഞാൻ നിന്നോട് വിട പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരാത്തതാണ് എന്ന് ഓരോ ദിവസവും നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ട് കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, എത്രയോ പ്രഭാതങ്ങൾ, എത്രയോ പ്രദോഷങ്ങൾ നമ്മളോട് ഈ ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കണ്ട് ജീവിതത്തിൽ അള്ളാഹു അനുവദിച്ചു തന്ന സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ഒന്ന് അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ സഹോദരങ്ങളെ സാധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ടത്, ഇന്നിപ്പോൾ നാളത്തെ ദിവസത്തോടുകൂടി മുഹറം എന്ന പവിത്ര മാസത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുകയാണ്. ചില മാസങ്ങൾക്ക് മറ്റു ചില മാസങ്ങളേക്കാൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുണ്യം പഠിപ്പിച്ചത് കാണാൻ കഴിയും. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഇന്ന സമാന ഖദിസ്തദാറ യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ശഹ്റ, 12 മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിലെ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. സലാസത്തുൻ മുതവാലിയ, അതിലെ 3 മാസങ്ങൾ തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ വൽ മുഹറം. റസൂലുള്ളാഹി എണ്ണി പറഞ്ഞു, ഒന്നാമത്തേത് ദുൽഖഅദയാണ്, ദുൽഹിജ്ജയാണ്, അതിനോട് ചേർന്ന് വരുന്ന മുഹറം മാസമാണ്. വറജബ മുളർ, മുളറിൻ്റെ റജബും എന്ന നിലക്ക് റസൂലുള്ളാഹി 4 മാസങ്ങളെ പവിത്രമായി അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിലെ ഒരു മാസത്തിലേക്കാണ് നമ്മൾ അള്ളാഹു അനുവദിച്ചു തന്ന 12 മാസങ്ങളിലെ ഹിജറ വർഷത്തിലെ ആദ്യത്തെ മാസത്തിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും പ്രവേശിക്കാൻ പോവുകയാണ്. എന്താണ് ആ മാസത്തിൻ്റെ പ്രത്യേകത? പലപ്പോഴും ഈ മാസത്തെ ദുശ്ശകുനത്തിൻ്റെ മാസമായി, നഹ്സിൻ്റെ മാസമായി പലരും വിളിച്ചു പറയുന്നത് കേൾക്കാൻ കഴിയും. എന്നാൽ മുഹറം മാസത്തിൻ്റെ പ്രത്യേകതയും പവിത്രതയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അഫ്ളലുസ് സിയാം ബഅദ ശഹ്രി റമളാൻ, റമളാനിലെ പവിത്രമായ നോമ്പ് അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ റമളാനിലെ നോമ്പിന് ശേഷം സിയാമു ശഹ്രില്ല, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തെ നോമ്പാണ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇവിടെ ഹദീസിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഷഹ്രില്ല, അള്ളാഹുവിൻ്റെ മാസം. അപ്പോൾ റബ്ബിൻ്റെ മാസമായി അള്ളാഹു പഠിപ്പിച്ച മാസം അത് മുഹറം മാസമാണ്. അതിൻ്റെ പവിത്രത റബ്ബിലേക്ക് ചേർത്തിപ്പറഞ്ഞ ഒരു മാസത്തിലേക്കാണ് സഹോദരങ്ങളെ, അതിൻ്റെ 1-ാം തീയതിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ആ മാസത്തിൻ്റെ പവിത്രത
അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവിത്രതയെ പവിത്രമായി കാണാൻ വിശ്വാസികൾക്ക് സാധിക്കണം. പവിത്രത കാത്തുസൂക്ഷിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞില്ലേ, വമയ്യുഅള്ളിം ശആഇറല്ലാഹ്, അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, നിങ്ങളുടെ മനസ്സിൻ്റെ തഖ്വയുടെ ഭാഗമാണ്. ഒരാൾക്ക് തഖ്വയുണ്ടാകണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഞാൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ് എന്ന് പറയണമെങ്കിൽ അള്ളാഹു അവൻ്റെ മതചിഹ്നമായി പഠിപ്പിച്ചതിനെയൊക്കെ ആദരിക്കുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥ തഖ്വയുള്ളവൻ, വിശ്വാസി എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. നോക്കൂ, അനാദരവ് ഈ മാസത്തിനെ പവിത്രത പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അനാദരിക്കരുത്, അനാദരവ് കാണിക്കരുത് എന്നതാണ് റസൂലുള്ള പറഞ്ഞത്. ഖുർആനിൻ്റെ ആയത്ത് നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തുഹില്ലൂ ശആഇറല്ലാഹ്, അള്ളാഹുവിൻ്റെ മതം, അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങൾ അതിനെ നിങ്ങൾ ഹലാലായി കാണേണ്ടുന്നതിനെ ഒരു അനാദരവ് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച് പുലർത്തരുത്. വലശ്ശഹ്റൽ ഹറാം, അള്ളാഹു പവിത്രമായി പഠിപ്പിച്ച മാസങ്ങളെയും നിങ്ങൾ ഒരിക്കലും അതിനെ കൊച്ചാക്കി കുറവാക്കി നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കരുത്. അങ്ങനെ പവിത്രത പഠിപ്പിച്ച ഈ മാസങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ദുൽഖഅദയും ദുൽഹജ്ജയും കടന്നുപോയി. ഇനി വരാനുള്ളത് മുഹറം മാസമാണ്. അത് പവിത്രമായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവിത്രത എത്രത്തോളം, ആ മാസങ്ങളെ വിശ്വാസികൾ എങ്ങനെ കാണണം, അതൊക്കെ ഖുർആൻ പറഞ്ഞു. ഫലാ തളിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളോട് തന്നെ തിന്മകൾ ചെയ്യരുത്. അങ്ങനെ ചെയ്തു പോയാൽ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള കടുത്ത ശിക്ഷയും വലിയ പാതകവും നിങ്ങൾക്കുണ്ടാകും. അതിൻ്റെ ശിക്ഷയുടെ ഗൗരവത്തെക്കുറിച്ചാണ് ഖുർആൻ എടുത്തു പറഞ്ഞത്. ഫലാ തളിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളോട്, സ്വന്തത്തോട് അതിക്രമം ചെയ്യരുത്, ഹറാമുകൾ ചെയ്യരുത്, തിന്മകൾ ചെയ്യരുത്. ഈ മാസത്തിൽ നിങ്ങൾ ഒരിക്കലും തിന്മയിലേക്ക് നടന്നെടുക്കരുത് എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ മനുഷ്യരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്നോണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് 2 നോമ്പുകൾ, താസുആവും ആശുറാവും, 2 നോമ്പുകളുടെ പ്രത്യേകത റസൂലുള്ള പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിന് മുമ്പ് ജാഹിലിയത്തിൽ ഖുറൈശികൾ ഈ നോമ്പ്, ആശുറാ നോമ്പ്, മുഹറം 10ൻ്റെ നോമ്പ് അവിടുന്ന് നോറ്റുവീട്ടിയത് നമുക്ക് കാണാൻ കഴിയും. റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് അവിടുന്ന് ആശുറാ, മുഹറം 10ൻ്റെ നോമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് കൽപ്പിച്ചത് കാണാൻ കഴിയും. ആശുറാ നോമ്പിന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രവുമായി ഒരു വലിയ ബന്ധമുണ്ട്. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാമയും അവിടുന്ന് ഹാറൂൻ നബി അലൈഹിസ്സലാമയും ഫിറഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നുണ്ട്. ആ ഫിറഔനിൻ്റെ കൊട്ടാരം, അവിടെ ഫിറഔൻ ആരാണ് എന്നത് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയോട് ഫിറഔൻ ആരാണ്? അവൻ ത്വഗയാണ്, അതിക്രമകാരിയാണ്, വല്ലാതെ കൊള്ളരുതാത്തവനാണ്. അങ്ങനൊരു ഫിറഔനിൻ്റെ അടുക്കലേക്ക് ഖൗലൻ ലയ്യിന, മാന്യമായ തൗഹീദിൻ്റെ, റബ്ബിനെ പരിചയപ്പെടുത്തുന്ന വാക്കുകൾ അവിടേക്ക് പഠിപ്പിക്കണം. നോക്കണം സഹോദരങ്ങളെ, ഫിറഔനിൻ്റെ കൊട്ടാരത്തിൽ ഫിറഔനിൻ്റെ ചെലവിലാണ് മൂസാ നബി അലൈഹിസ്സലാം വളരുന്നത്. അവിടുന്ന് പിന്നീട് നാട് വിട്ടു പോകുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയെ അന്വേഷിച്ചു നിൽക്കുന്ന, പിടിക്കാൻ കാത്തിരിക്കുന്ന ഫിറഔനിൻ്റെ അടുക്കലേക്കാണ്. അവൻ അതിക്രമിയാണ് എന്നൊക്കെ ഖുർആൻ പറഞ്ഞു. അങ്ങനെ അതിക്രമം കാണിക്കുന്ന ഒരു ഫറോവയുടെ അടുക്കലേക്കാണ് മൂസാ നബി അലൈഹിസ്സലാമ അവിടെ കടന്നു ചെല്ലാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ളത്. മൂസാ നബി അലൈഹിസ്സലാം ചെല്ലുന്നുണ്ട്. അവിടെ പലതരത്തിലുള്ള മാജിക്കുകളും മജീഷ്യന്മാർ, ലോകത്തെ ഏറ്റവും നമ്പർ 1 ഒരു രാജാവ് വിളിച്ചാൽ അവിടേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അവിടെ വിജയിക്കുക എന്നത് ലക്ഷക്കണക്കിന് ആളുകൾ തമ്പടിച്ചു നിൽക്കുന്ന ആ ഒരു കൊട്ടാരത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോകാൻ ഫിറഔൻ അനുവദിക്കില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ വഹയെന്നോണം അവിടുന്ന് മജീഷ്യന്മാർ പല മാജിക്കുകളും കാണിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുഅ്ജിസത്തെന്നോണം മൂസാ നബി അലൈഹിസ്സലാമ
അവിടുന്ന് വടി നിലത്തിടുമ്പോൾ വലിയ സർപ്പമായി എല്ലാറ്റിനെയും വിഴുങ്ങുന്നുണ്ട്. ആ ചരിത്രമൊക്കെ വിശ്വാസികളെ നമുക്കറിയാം. അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന മൂസാ നബി അലൈഹിസ്സലാമയും വിശ്വാസികളും നോക്കണം. മജീഷ്യന്മാർ അവിടെ സുജൂദിൽ വീഴുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം കാണിക്കുന്നത് തട്ടിപ്പല്ല, ഇത് മുഅ്ജിസത്താണ്. ലോകത്തെ നമ്പർ 1 മജീഷ്യന്മാർ ഒരുമിച്ച് കൂടി അവർക്ക് ബോധ്യപ്പെട്ടത് മൂസാ നബി അലൈഹിസ്സലാം കാണിക്കുന്നതൊന്നും മാജിക് അല്ല എന്നത്, ഇതെന്തോ ദിവ്യത്വമുണ്ട് എന്നത് ബോധ്യപ്പെട്ടപ്പോൾ അവർ ഫിർഔനിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് ഞങ്ങളിതാ മൂസയുടെ റബ്ബിലും വിശ്വസിക്കുന്നുണ്ട്. അതിക്രമകാരിയായ ആ ഫറോവ അവിടുന്ന് പ്രഖ്യാപിച്ചത് എതിർദിശയിലായിക്കൊണ്ട്, ഒരുപക്ഷേ നിങ്ങളുടെ വലതു കൈ മുറിച്ചു കളഞ്ഞാൽ പിന്നീട് ഇടതു കാലായിരിക്കും മുറിച്ചു കളയുക. മനുഷ്യൻ്റെ ബാലൻസ് നഷ്ടപ്പെടുത്തി കളയും, നിങ്ങളെ കുരിശിൽ തറയ്ക്കും എന്നൊക്കെ ഭയപ്പെടുത്തുന്ന ഫിർഔനിൻ്റെ വാക്കുകൾ അവിടെ പതറിപ്പോയില്ല. നീ എന്തു ചെയ്താലും ഞങ്ങൾ മടങ്ങുന്നത് ഞങ്ങളുടെ റബ്ബിലേക്കാണ്, റബ്ബിലേക്ക് മടങ്ങേണ്ടവർ എന്ന നിലക്ക് നീ എന്തു ചെയ്താലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന നിമിഷ നേരം കൊണ്ട് ഉറച്ച വിശ്വാസികൾ, അവരെയും കൊണ്ടാണ് അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെടുന്നത്. ചെങ്കടലിനെ പിളർത്തി അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമയെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തിയ ചരിത്രം. എന്നാൽ ആ ചെങ്കടൽ പിളർന്ന ഭാഗത്തുകൂടി ഫിർഔനും അവൻ്റെ കിങ്കരന്മാരും വരുമ്പോൾ മൂടിക്കളയുന്നത്, ഇതൊക്കെ അത്ഭുതമാണ്. ഈ അത്ഭുതങ്ങളെ നോക്കിക്കണ്ട വിശ്വാസികളാണ് മൂസാ നബി അലൈഹിസ്സലാമയോടൊപ്പമുള്ളത്. എന്നിട്ടും അവർ ഒരുപക്ഷേ ആ വിശ്വാസവും മുഅ്ജിസത്തുമൊക്കെ നോക്കിക്കണ്ടിട്ട് പോലും ആ വിശ്വാസം പിന്നീട് മാറിപ്പോകുന്ന അവസ്ഥ. അവർ ധിക്കരിച്ചു. ജെറൂസലമിലേക്ക് പോകണം എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ആ ജനപദത്തെ ക്ഷണിച്ചപ്പോൾ അവരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും മൂസ നീയും നിന്റെ റബ്ബും പൊയ്ക്കൊള്ളുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി. അവർക്കൊരു പണിഷ്മെൻ്റ് എന്നോണം 40 കൊല്ലം അവിടെ കഴിഞ്ഞുകൂടാൻ അള്ളാഹുവിൻ്റെ കൽപ്പന. ഇതൊക്കെ ഖുർആൻ പഠിപ്പിച്ച വലിയ അറിവുകളാണ് സഹോദരങ്ങളെ. ചരിത്രം സുദീർഘമാണ്, ഒരു ഖുതുബയിൽ പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ അള്ളാഹു അത്ഭുതകരമായി ചെങ്കടലിനെ പിളർത്തി രക്ഷപ്പെടുത്തിയ വിശ്വാസികൾ മൂസാ നബി അലൈഹിസ്സലാമയെ രക്ഷപ്പെടുത്തിയതുകൊണ്ട് അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാം ഈ മുഹറം മാസത്തിൽ മുഹറം 10 ഫിർഔനിനെ നശിപ്പിക്കുകയും വിശ്വാസികളെ രക്ഷപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാമയും നോമ്പെടുത്തതായി നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, യൗമ ആശുറാ വ അമറ ബിസുയാമിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശുറാഇൻ്റെ നോമ്പ് അവിടുന്ന് നോറ്റുവിട്ടാൻ പഠിപ്പിച്ചു. ആ സന്ദർഭത്തിൽ ഖാലു യാ റസൂലല്ലാഹ്, സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, ഇന്നഹു യൗമ തുഅല്ലിമുഹു അൽ യഹൂദ വൻ നസാറ. ജൂത ക്രിസ്ത്യാനികൾ ഇതിനൊരു പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ടല്ലോ റസൂലെ, പിന്നീട് നമ്മളും എന്തിന് അവരുടെ ഒരു ചര്യയെ പിന്തുടരണം എന്ന് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ കാന അൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ് വരുന്ന കൊല്ലം മുഹറം 9 കൂടി ഞാൻ നോമ്പെടുക്കും. സുംനാ അൽ യൗമ താസിഅ, വരാനുള്ള മുഹറമിൻ്റെ 9 ഇൻഷാ അല്ലാഹ് ഞാൻ നോമ്പെടുക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതിനു മുമ്പ് റസൂലുള്ളാഹ് റബീഉൽ അവ്വലിൽ ഈ ലോകത്തോട് വിട പറയുകയാണ്. റസൂലുള്ളാഹിയുടെ വാക്കുകൊണ്ടുള്ള കൽപ്പനയാണ് മുഹറം 9-നും 10-നും നോമ്പെടുക്കുക എന്നുള്ളത്. ആ നോമ്പിൻ്റെ പ്രത്യേകത വസിയാമു യൗമി ആശുറാ അഹ്തസിബു അലല്ലാഹ് അയ്യുകഫിറ സനതല്ലതി ഖബ്ലഹു. കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ പൊറുക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ചെറിയ എത്ര പാപങ്ങളുണ്ട്, മറ്റുള്ളവരോട് പറയാൻ കൊള്ളരുതാത്ത തിന്മകളുണ്ട്, അതൊക്കെ ഈ നോമ്പിലൂടെ പൊറുത്തു കിട്ടുമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയേറെ പുണ്യങ്ങളും പവിത്രതകളുമുള്ള ഖുർആനും ഹദീസും പവിത്രമായി പഠിപ്പിച്ച
ഈ മാസത്തെ നെഹ്സിൻ്റെ മാസമായി, അത് ദുശ്ശകുനത്തിൻ്റെ മാസമായി നോക്കണം. കേരളക്കരയിൽ ഇന്ന് അടിച്ചിറക്കുന്ന പല കലണ്ടറുകളും ഒന്ന് മറിച്ചു നോക്കുക. മുഹറം മാസം അത് കൊള്ളരുതാത്ത മാസമാണ്, ദുശ്ശകുനത്തിൻ്റെതാണ്, ഒന്നിനും ഒരു നന്മയ്ക്കും തുടക്കം കുറിക്കാൻ പറ്റാത്തതാണ് എന്നൊക്കെ ഇന്നും സഹോദരങ്ങളെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കലണ്ടറുകളിൽ കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഹറം മാസത്തിൻ്റെ പവിത്രത, അത് അള്ളാഹു പവിത്രമാക്കിയ മാസമാണ്. അതിലെ നോമ്പ്, അതിൽ ചെയ്യുന്ന നന്മകൾ, അതിൽ നിങ്ങൾ തിന്മ ചെയ്യരുത് എന്നൊക്കെ ഖുർആൻ പഠിപ്പിച്ച ഈ പവിത്രമായ മാസത്തെ പലപ്പോഴും ദുശ്ശകുനത്തിൻ്റെ മാസമായി മനുഷ്യൻ കാണാറുണ്ട്. ഇസ്ലാമിൽ അത്തരത്തിലൊരു ദുശ്ശകുനമില്ല സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ പഠിക്കുന്ന, ഹദീസ് പഠിക്കുന്ന ഏതൊരാൾക്കും അത് ബോധ്യമാകും. പലപ്പോഴും നമുക്കൊക്കെ ഭയാണ്, നമ്മളുടെ ഈമാൻ അത്ര കണ്ട് ഉറച്ചിട്ടില്ല. റബ്ബിനെ മനസ്സിലാക്കേണ്ടതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെങ്ങാതി നമ്മളുടെ മുന്നിലൂടെ പോയാൽ നമുക്കവനെ കാണുമ്പോൾ കണി കണ്ടത് ഇന്നവനെയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതം ഇന്നത്തെ ദിവസം ആകെ തകർന്നിട്ടുണ്ട്. ഒരു കാലിച്ചാക്കും കൊണ്ടൊരു പാവപ്പെട്ടവൻ അവൻ്റെ ഉപജീവനം നേടാൻ ഒന്ന് വീടിൻ്റെ മുമ്പിലൂടെ നടന്നുപോയാൽ ഇന്ന് എൻ്റെ ദിവസം പോക്കാണ്, ഇന്ന് കാലിച്ചാക്കാണ് ഞാൻ കണ്ടതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് കാലിയാകുമെല്ലാം. ഒരുപക്ഷെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കച്ചവടം കൊണ്ടുവരുന്ന ഒരാൾ തൻ്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് വന്നാൽ കടം പറയരുത്. കടം പറഞ്ഞാൽ ഇനി വരാനുള്ള മുഴുവൻ മനുഷ്യന്മാരും കടം പറയും. അതുകൊണ്ട് കൈനീട്ടം അത് മോശമായി പോയാൽ, തരാതിരുന്നാൽ ഇന്നത്തെ കച്ചവടത്തിൽ ഒരു ബർക്കത്തും ഉണ്ടാവില്ല. വാഹനം ഒരുപക്ഷെ നിർത്തിയിട്ട വാഹനം ഒന്ന് മുന്നോട്ടെടുക്കണമെങ്കിൽ സഹോദരങ്ങളെ ഒന്നാലോചിച്ച്, പുറകോട്ട് പോകേണ്ട വാഹനം ഒന്ന് മുന്നോട്ടെടുത്തിട്ടില്ലെങ്കിൽ എന്തോ സംഭവിക്കും. വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുന്നവൻ, വിദേശത്തേക്ക് പോകുന്നവനാകട്ടെ, അവൻ്റെ പാസ്പോർട്ട് മറന്നു വെച്ചാൽ തിരിച്ചു വരാൻ പോലും ഭയപ്പെടുന്ന മനുഷ്യന്മാർ ജീവിക്കുന്ന ലോകത്താണ് നമ്മളുള്ളത്. എന്തിന് സഹോദരങ്ങളെ? അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞ് അവിടുന്ന് പഠിപ്പിച്ചില്ലേ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. എത്ര അർത്ഥവത്തായ ഒരു വിശ്വാസി അവൻ്റെ ഈമാനുറയ്ക്കുന്ന ഒരു പ്രാർത്ഥന. അല്ലാഹുവേ, നീ തടഞ്ഞതിനെ തരാൻ, നീ തന്നതിനെ തടയാൻ ഒരാൾക്കും കഴിയില്ല എന്നത് ഈമാനോടുകൂടി പറയാൻ കെൽപ്പുള്ള വിശ്വാസികൾ ആരാണോ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല. ജീവിതം തകരില്ല സഹോദരങ്ങളെ. ജീവിതം അത് പ്രസന്നമായി മുന്നോട്ട് പോകേണ്ടതാണ്. ഒരാളുടെ മുമ്പിലും അടിയറവ് വെക്കേണ്ട ജീവിതമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന ഖുർആൻ മുറുകെ പിടിച്ച് മരണം വരെ ഖുർആനിൻ്റെ ആളായി ജീവിക്കുന്നവന്, ഖുർആനും ഹദീസും ജീവിതത്തിൽ മനസ്സിലാക്കി ജീവിക്കുന്നവന് ഒരാളെയും ഭയപ്പെടേണ്ടതില്ല, ഒരാളെയും പേടിക്കേണ്ടതില്ല. സ്വസ്ഥമായി മനസ്സമാധാനത്തോടുകൂടി ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുമെന്ന വലിയ സന്ദേശമാണ് അള്ളാഹുവിൻ്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നത്. പലപ്പോഴും ഖുർആൻ വിശ്വാസികൾ കൈവിട്ടുപോയി. മുസ്ലിം സമുദായം ഖുർആനിൽ നിന്ന് അകന്ന് പലപ്പോഴും പല വാറോലകളും കേട്ട്, പലരുടെ വാക്കുകളും കേട്ടിട്ട് ഒരു ഭയപ്പെട്ട മനസ്സുമായി ജീവിക്കുന്ന വിശ്വാസികളാകരുത് സഹോദരങ്ങളെ. മറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ അത് ജീവിക്കാൻ പ്രസരിപ്പ് നൽകുന്ന വേദഗ്രന്ഥമാണ്. അതുകൊണ്ട് ഖുർആനിൻ്റെ അധ്യായങ്ങൾ എത്ര കണ്ട് എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ഹദീസ്, പലപ്പോഴും ഖുർആനിൻ്റെ ആയത്തുകൾ കുറച്ചൊക്കെ ഹിഫ്ളുള്ള ആളുകളാകും. ഖുർആനെ പോലെ അള്ളാഹുവിൻ്റെ വഹിയാണ് ഹദീസ്. ഒരു ഹദീസ് ഉച്ചരിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ എന്നത് നെഞ്ചത്തു കൈവച്ച് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇതൊന്നും പഠിക്കാതെ റബ്ബിലേക്ക് പോയാൽ സഹോദരങ്ങളെ, ദുനിയാവിലും ജീവിക്കുന്നത് കുറഞ്ഞ ആയുസ്സാണെങ്കിലും ഭയത്തോടുകൂടി ജീവിക്കേണ്ട അവസ്ഥ വരും, സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ഖുർആൻ റസൂലുള്ള വിട്ടേച്ചു പോയ രണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായ വേദഗ്രന്ഥങ്ങൾ, വഹ്യുകൾ, അത് ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി
അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇതുമായി കൂട്ടി വായിക്കേണ്ടത് മറ്റൊരു സംഭവം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ എല്ലാ അസ്ർ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാലും തൻ്റെ ഭാര്യമാരുടെ വീടുകളിലേക്ക് പോകാറുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്ന ഒരു സന്ദർഭത്തിൽ സൈനബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് റസൂലുള്ളാഹി സൈനബ റളിയല്ലാഹു അൻഹ കൊടുത്ത കുറച്ച് തേൻ കഴിച്ച് റസൂലുള്ളാഹി തിരിച്ചു വരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ്റെ ഭാര്യമാരായ ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും അവിടുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കണം, പ്രവാചകൻ്റെ ഭാര്യമാരാണെങ്കിൽ പോലും സ്ത്രീ സഹജമായ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവർക്കുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്കത്ര ഇഷ്ടപ്പെട്ടില്ല. സൈനബ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്ന് തേൻ കഴിച്ചത് അവർക്കത്ര സുഖിച്ചില്ല. സ്ത്രീ സഹജമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ പ്ലാൻ ചെയ്തത് റസൂലുള്ളാഹി തിരിച്ചു വരുമ്പോൾ എന്തോ ഒരു കറ അവിടുന്ന് കുടിച്ചിട്ടുണ്ടല്ലോ, വല്ലാത്ത സ്മെല്ലാണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹി തിരിച്ചു വന്നു. രണ്ടുപേരും ഒരേപോലെ പറഞ്ഞു, പ്രവാചകരെ, അവിടുന്ന് വല്ലാതെ മണക്കുന്നുണ്ട്, എന്താണ് കഴിച്ചത്? അത് ഞങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, വല്ലാത്തൊരു ദുർഗന്ധമാണ് വരുന്നത് എന്ന് റസൂലുള്ളാഹിയുടെ അടുത്ത് രണ്ട് ഭാര്യമാരും സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി അവിടെ വെച്ച് ഒരു ശപഥം ചെയ്യുന്നുണ്ട്, ഞാൻ ഇനി അത് കഴിക്കുകയില്ല, ഞാനിനി അത് കഴിക്കുകയില്ല. റസൂലുള്ളാഹി കഴിച്ചത് തേനാണ്. എന്നാൽ അവർക്ക് താക്കീതെന്നോണം അള്ളാഹുവിൻ്റെ ഖുർആൻ, ഒരു ഖുർആനിൻ്റെ സൂറത്ത് അവതരിക്കാൻ കാരണമായി തീർന്ന വിഷയമാണ്. സൂറത്ത് തഹരീമിൻ്റെ 1-ാമത്തെ ആയത്തിൽ അള്ളാഹു താക്കീതു നൽകുന്നുണ്ട്, യാ അയ്യുഹൻ നബി, ഓ പ്രവാചകരെ, ലിമ തുഹരിമു മാ അഹല്ലല്ലാഹ്, അള്ളാഹു ഹലാലാക്കിയതിനെ അങ്ങ് അവിടുന്ന് ഹറാമാക്കുകയോ, ലക തബ്തഗി മർളാത അസ്വാജിക്, നിന്റെ ഭാര്യമാരുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഹലാലാക്കിയതിനെ അവിടുന്ന് പ്രവാചകരെ ഹറാമാക്കുകയോ, വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. നോക്കണം, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് ഹലാലായി തേൻ ഹലാലായി അള്ളാഹു അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഹറാമാക്കാൻ ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കില്ല. പ്രവാചകൻ്റെ ഭാര്യമാർ അത്തരം ഒരു സംസാരം നടത്തിയത് അതൊരു അപ്രീതി, അവരുടെ പ്രീതി കിട്ടാൻ വേണ്ടി ഞാൻ ഹലാലാക്കിയതിനെ, ഞാൻ പവിത്രമാക്കിയതിനെ ഹറാമാക്കാൻ പാടില്ല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും സാധിക്കില്ല. റസൂലിനോടുള്ള താക്കീദിൻ്റെ സ്വരത്തിലാണ് അവിടുന്ന് സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, ഇത്തരത്തിൽ ഈ വിഷയത്തെ ഞാൻ സൂചിപ്പിക്കാൻ കാരണം ഓരോ മാസത്തിൻ്റെയും പ്രത്യേകത റസൂലുള്ളാഹി വഹീൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മുഹറം മാസത്തിൻ്റെ പവിത്രത ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു. എന്നാൽ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഇതൊരു പക്ഷേ വരാനുള്ളത് മുഹറം മാസം ഒന്നിനും കൊള്ളരുതാത്ത മാസമാണ്, ദുശകുനത്തിൻ്റെ മാസമാണ്, ഒന്നിനും തുടക്കം കുറിക്കരുത്, അത് ശരിയാകില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന മനുഷ്യരെ അറിയണം, അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹുവിനോടും പ്രവാചകനോടുമുള്ള ധിക്കാരമാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുർആനും ഹദീസും എന്തു പഠിപ്പിച്ചോ അവിടെ നിലകൊള്ളാൻ, നിലപാടിൽ ഉറച്ചു നിൽക്കാൻ വിശ്വാസികൾക്ക് സാധിക്കണം. അത്തരത്തിൽ ഖുർആനും ഹദീസും മുറുകെ പിടിച്ച് ജീവിക്കുന്ന മുത്തഖികളോടൊപ്പം അള്ളാഹു നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവേ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. മരണത്തിൻ്റെ സമയം കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നാദ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിലെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവേ നീ ആജിലായ ശിഫ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക് അള്ളാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുന്ന
മുത്തഖികളോടൊപ്പം ഞങ്ങളെയും നീ ചേർക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അല്ലാഹുവേ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബ ദഅവാതി യാ ഖാദിയൽ ഹാജാത്. റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബൻ നാർ. اللهم اجز من بنى هذا المسجد المبارك خير الجزاء في الدنيا والآخرة واجز والديهم وأجزل مثوبتهم وأحسن إليهم واجمعنا معهم فردوس الأعلى. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.